കൊച്ചിയിൽ ശിവസേനക്കാരുടെ സദാചാര ഗുണ്ടായിസം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോഴിക്കോട് മടപ്പള്ളി കോളേജിലും SFI പ്രവർത്തകരുടെ സദാചാര ഗുണ്ടായിസം. കൊല്ലം അഴീക്കലിൽ ഒരു യുവാവിന്റെ ആത്മഹത്യയിലെത്തിച്ചു സദാചാര ഗുണ്ടായിസം. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇടപെടാതെ നോക്കി നിൽക്കുന്ന സർക്കാർ പരാജയമാണെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വടക്കാഞ്ചേരിയിൽ സ്ത്രീ പീഡനം നടത്തിയ ജയേന്ദ്രൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവിനെ പിടിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ ഈ സഭയിലെ ഒരു അംഗമായ ശ്രീ അനിൽ അക്കരയുടെ തല പൊട്ടിക്കാനാണ് ലാത്തി ഉപയോഗിച്ചത്. അല്ലാതെ ശിവസേനക്കാർക്കെതിരെ പിണറായി വിജയന്റെ പോലീസിന്റെ ലാത്തി ഉയരില്ല സർ. പോലീസിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഈ തരത്തിലൊരു ആക്രമണം നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടറും പോലീസ് പാർട്ടിയും വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവമായി കാണുന്ന പ്രശ്നം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സബ് ഇൻസ്പെക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതും. എറണാകുളം സെൻട്രൽ CIക്ക് അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ പോലീസിന്റെ കീഴിൽ ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയാണുള്ളതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. മീഡിയ 1 തിരുവനന്തപുരം.